കുതിപ്പോടെ കുഴൽമന്നം. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിൽ 30.65 ചതുരശ്ര കിലോമീറ്ററിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്താണ് കുഴൽമന്നം. 14,002 പുരുഷന്മാരും 13,200 സ്ത്രീകളും അടങ്ങുന്നതാണ് പഞ്ചായത്തിലെ ജനസംഖ്യ. പണ്ടുപണ്ടേ നടന്നുവരുന്ന ഒരു പ്രതിവാര ചന്തയുടെ പേരിലാണ് കുഴൽമന്നം കേരളത്തിലാകെ പ്രസിദ്ധമാവുന്നത്. തമിഴ്നാട്ടിൽ നിന്നും കന്നുകാലികളെ ഇവിടെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന സമ്പ്രദായത്തിന് വളരെ പഴക്കമുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിലാണ് ആരംഭം എന്ന് പൊതുവെ പറയപ്പെടുന്നു. പാലക്കാട് വെട്ടിപ്പിടിക്കാൻ പടയുമായി പാഞ്ഞെത്തിയ മൈസൂർ സുൽത്താൻമാരായ ഹൈദരാലിയുടെയും ടിപ്പുവിന്റെയും പടക്കുതിരകളെ സൂക്ഷിച്ചിരുന്ന പാളയമാണ് ഇന്നത്തെ കാലിച്ചന്തയെന്നും, മറ്റൊരു തരത്തിൽ കോലോതിരി നാടുവാണിരുന്ന കാലത്ത് അദ്ദേഹം സ്ഥാപിച്ചതാണ് ചന്തയെന്നും വാദമുണ്ട്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലുള്ള ഏക ചന്ത കുഴൽമന്നം മാത്രമാണ്. കുഴൽമന്നത്തിന്റെ വികസന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകുന്നത് ഗ്രാമപഞ്ചായത്ത് തന്നെയാണ്. വികസനത്തിനും കരുതലിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണസമിതിയുടെ പ്രവർത്തന മികവാണ് പഞ്ചായത്തിന്റെ മുഖമുദ്ര. പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള വികസന പ്രക്രിയയ്ക്ക് നേട്ടങ്ങളും അംഗീകാരങ്ങളും ഒട്ടനവധിയാണ്. കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. കാർഷിക മേഖലയുടെ അഭിവൃദ്ധിക്കു വേണ്ടി കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കുഴൽമന്നം ബ്ലോക്കിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ഏകദേശം 1,200 ഹെക്ടർ നെൽകൃഷി ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന നിലയിൽ ഒട്ടനവധി പദ്ധതികൾ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു. ഉഴവുകൂലി ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ 15-16 സാമ്പത്തിക വർഷത്തിൽ 2,224 രൂപയായിരുന്നു എങ്കിൽ ഇന്നത് ബ്ലോക്ക് ജില്ലാ വിഹിതങ്ങൾ ഉൾപ്പെടെ 10,500 രൂപ വരെ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്ത് നൽകുവാൻ വേണ്ടി കഴിഞ്ഞു. എല്ലാ വർഷവും സബ്സിഡിയോടുകൂടി നെൽവിത്ത് നൽകുവാൻ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നമുക്ക് നടപ്പിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ഇങ്ങനെ വിവിധ പദ്ധതികൾ, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ കാടകളുടെ നവീകരണം, ജലസേചനം സുഗമമാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും അവയെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും കർഷകർക്ക് വേണ്ടിയുള്ള ഇത്തരം ഒട്ടനവധി പദ്ധതികൾ നമ്മുടെ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ കഴിഞ്ഞ 5 വർഷമായി നമ്മൾ നടപ്പിലാക്കി വരുന്നു. പാലക്കാട് ജില്ലയിൽ ഏറ്റവും മികച്ച കാർഷിക മേഖലയിൽ അതേപോലെ തന്നെ മത്സ്യകൃഷി മേഖലയിൽ തുകകൾ കൃത്യമായി വിനിയോഗിച്ച് മികച്ച പഞ്ചായത്തായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത്. എനിക്ക് വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം, കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ എവിടെ നമ്മൾ എത്തിയാലും കുഴൽമന്നം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് ജനങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ: ഏറ്റവും ജനകീയമായ ഗ്രാമപഞ്ചായത്ത്. അത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ കൂടി രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റിന് രാഷ്ട്രീയമില്ല. കുഴൽമന്ദത്ത് എവിടെ പോയാലും കേൾക്കാൻ പറ്റുന്ന എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു വാക്കാണ്. അതുതന്നെയാണ് കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിനെ മറ്റു ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും വേറിട്ടതാക്കുന്നതും എന്ന് നമുക്ക് നേരിട്ട് ഈ പഞ്ചായത്ത് സന്ദർശിച്ചാൽ അറിയാം. ഇനി വികസന പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലേക്ക് കടന്നാൽ മുഴുവൻ തുകയും, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏത് മേഖലയിലാണെങ്കിലും, അത് പട്ടികജാതി വിഭാഗത്തിൽ നീക്കിവെച്ച തുകയാണെങ്കിലും, പട്ടികവർഗ വിഭാഗത്തിലെ തുകയാണെങ്കിലും, ജനറൽ വിഭാഗത്തിലെ തുകയാണെങ്കിലും, അത് സേവനമായിക്കോട്ടെ, അത് പശ്ചാത്തല മേഖലയായിക്കോട്ടെ, എല്ലാം കൃത്യമായി അതിൻ്റേതായ രീതിയിൽ വിനിയോഗിക്കുകയും ഒരു വലിയ ദീർഘവീക്ഷണത്തോടു കൂടി പദ്ധതികൾ കഴിഞ്ഞ 5 വർഷക്കാലം തയ്യാറാക്കിക്കൊണ്ട് മാതൃകാപരമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രകാശേട്ടൻ തന്നെയാണ്. പലപ്പോഴും പല സ്ഥലങ്ങളിലും അതൊരു ചായ കുടിക്കാൻ ഒരു ചായക്കടയിൽ ചെന്ന് കയറിയാലും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമാണ് പ്രകാശേട്ടൻ്റെ അടുത്ത് ചെന്നാൽ എല്ലാ കാര്യവും നടക്കും. ഞാൻ പറയാതെ തന്നെ ഈ 5 വർഷക്കാലങ്ങളിൽ പ്രകാശേട്ടൻ്റെ നേതൃത്വത്തിൽ നടത്തിയ
വികസന പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യമായി 2 അംഗൻവാടികൾ നിർമ്മിച്ചു. ISO സർട്ടിഫിക്കേഷൻ നേടിയ പഞ്ചായത്ത് കൂടിയാണ് കുഴൽമന്നം ഗ്രാമപഞ്ചായത്ത്. 2016-17 മികച്ച പൊതുസ്ഥാപനത്തിനും വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ 1ാം സ്ഥാനവും 2017 മത്സ്യകർഷക അവാർഡിൽ ജില്ലയിൽ 1ാമതായ ബഹുമതിയും ഗ്രാമപഞ്ചായത്തിന് കൈവരിക്കാൻ കഴിഞ്ഞു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോണിയാഗാന്ധി വളരെ മനോഹരമായി സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും ഒരു മിനിമം വേതനം എല്ലാ കുടുംബങ്ങളിലും ലഭിക്കണമെന്നുള്ള ആശയത്തോടുകൂടി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എല്ലാ വാർഡുകളിലേക്കും തൊഴിലുറപ്പ് പദ്ധതിയുടെ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്ന പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ, തൊഴിൽ ദിനങ്ങൾ കൂടി കൂട്ടിക്കൊടുക്കുമ്പോൾ പഞ്ചായത്തിന് അങ്കണവാടി കെട്ടിടങ്ങൾ കൂടി നിർമ്മിച്ചുകൊണ്ടാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിലൂടെ മുന്നോട്ട് പോകുന്നത്. സാമൂഹിക ക്ഷേമ പദ്ധതികൾ ക്രിയാത്മകമായി നടപ്പിലാക്കുവാൻ ഭരണസമിതിക്ക് കഴിഞ്ഞതും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ഭിന്നശേഷിക്കാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് സഹായകരമായ വിധത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി ആവിഷ്കരിച്ചു വരുന്നു. വികലാംഗർക്ക് മുച്ചക്ര വാഹനം നൽകുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കു വേണ്ടി പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ സമിതി രൂപീകരിക്കുകയും വികലാംഗരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ്, പഠനോപകരണങ്ങൾ നൽകുകയും സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചുയർത്തുവാൻ കഴിഞ്ഞതും ഭരണസമിതിയുടെ നേട്ടമാണ്. 2018-19 സാമ്പത്തിക വർഷത്തിൽ 100% പദ്ധതി വിഹിതം ചിലവഴിക്കാൻ കഴിഞ്ഞതും ഗ്രാമപഞ്ചായത്തിന്റെ മികവാണ്. ശോചനീയാവസ്ഥയായിരുന്ന കമ്മ്യൂണിറ്റി ഹാളിനെ 34 ലക്ഷം രൂപ ചിലവാക്കി ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം നവീകരിക്കുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികളിൽ സമഗ്ര വികസനത്തിനുള്ള പദ്ധതികൾ നടപ്പിലാക്കി സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു. 2 ഗവൺമെന്റ് LP സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂം ആക്കുകയും പെരുങ്കുന്നം LP സ്കൂളിന് അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞതും കുളവൻമുക്ക് ഗവൺമെന്റ് സ്കൂളിന് പഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുക്കാൻ സാധിച്ചതും പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രവർത്തന മികവിന്റെ അടയാളപ്പെടുത്തലാണ്. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങളുടെ ഭരണസമിതി ഏറ്റെടുത്ത് നിലവിൽ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ എല്ലാ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളും ചെയ്യുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ആണെങ്കിലും മറ്റുമെല്ലാം റോഡുകൾ, തോടുകൾ, വെള്ളം, വെളിച്ചം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിനും എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രീതിയിലും പേടികൂടാതെ തന്നെ നമ്മൾക്ക് ഏത് കാര്യങ്ങൾ വേണമെങ്കിലും പഞ്ചായത്തിൽ വന്ന് പറയുന്നതിനും അത് കേൾക്കുന്ന ഒരു ഭരണസമിതിയാണ് നിലവിൽ വന്നിട്ടുള്ളത്. അതിന് നേതൃത്വം നൽകിയ പ്രകാശേട്ടനെയാണ് ഞങ്ങൾക്കിതിൽ കൂടുതലായിട്ട് അഭിനന്ദിക്കാനുള്ളത്. ഭരണസമിതിയിലുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നുള്ള വേർതിരിവില്ലാതെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ച എല്ലാ ജനങ്ങളെയും ഇനിയും ഞങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്ത് ഭരണസമിതി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജനകീയ പങ്കാളിത്തത്തോടുകൂടി ജനകീയമായിരിക്കുന്ന കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത്, കുതിപ്പോടെ കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് വീണ്ടും ഭരണസിരാ കേന്ദ്രങ്ങളിലേക്ക് തിരികെ എത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നത്തിൽ, പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകണം. ശുചിത്വം കുഴൽമന്നം എന്ന ആശയത്തെ മുൻനിർത്തി
ഉറവിട മാലിന്യ നിർമ്മാർജ്ജനവും 291 ടോയ്ലറ്റുകളും നിർമ്മിക്കുവാനുള്ള ഫണ്ടും നൽകുവാൻ സാധിച്ചു. നെല്ലറിയുടെ നാടായ പാലക്കാടിന്റെ കുതിപ്പ് കൂട്ടാൻ കുഴൽമന്നത്തിന്റെ പങ്കും വലുതാണ്. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്തിന് ഒരു ജനകീയ ഓഫീസാക്കി മാറ്റുന്നതിന്, കുറ്റമറ്റ ഫ്രണ്ട് ഓഫീസ് സംവിധാനം നടപ്പാക്കുന്നതിനും, ISO നേടിയെടുക്കുന്നതിനും, ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിനും ഹെൽപ്പ് ഡെസ്ക്, കമ്മ്യൂണിറ്റി ഹാൾ നവീകരണം, വാതക ശ്മശാനം, കുറ്റമറ്റ ഓഫീസ് സംവിധാനം മുതലായവ നടപ്പിലാക്കുവാൻ വേണ്ടി സാധിച്ചു. ഈ വികസന മുന്നേറ്റത്തിന് എല്ലാ സഹായവും പിന്തുണയും നൽകിയ നല്ലവരായ എല്ലാ വിഭാഗം ജനങ്ങളെയും, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സാമൂഹിക സന്നദ്ധ പ്രവർത്തകർ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നന്ദി, നമസ്കാരം.